ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 7 ആണ്. അപ്പോൾ ഡയറ്റിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെയിറ്റ് 83.70. അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കുന്ന ലാസ്റ്റ് ഡേ അല്ല കേട്ടോ. നാളെയാണ് നമ്മുടെ വെയിറ്റ് ലാസ്റ്റ് ഡേ കാണിക്കുന്നത്. 7 ദിവസം ഡയറ്റ് എടുത്തിട്ട് എത്ര കുറഞ്ഞു എന്നുള്ളത് നാളെയാണ് കറക്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ തിരക്കുകളിലാണ്. മക്കൾക്ക് ഇന്ന് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്ന സാൻഡ്വിച്ചാണ്. ബർഗർ പാറ്റി ഉള്ളിൽ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ. അത് ചീസ് അങ്ങനെയൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ സ്നാക്സായിട്ട് ഇന്ന് ബിസ്ക്കറ്റ് മതി എന്നാണ് മക്കൾ പറഞ്ഞിട്ടുള്ളത്. ചില ദിവസം ഫ്രൂട്ട്സാണ് കൊണ്ടുപോകുക, ചില ദിവസം നട്ട്സ്, അങ്ങനെയൊക്കെ മാറി മാറി കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റാണ്. അപ്പോൾ ബാക്കി എടുത്ത ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ ബോട്ടിൽ തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്നിട്ട് പിന്നെ ഉറുമ്പില്ലെങ്കിൽ കൂടി അതൊരു തണുത്ത് പോകുമല്ലോ. അങ്ങനെ ഉറുമ്പ് വരാതെ നിൽക്കാൻ ഇവിടെ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം ഇവിടെ ഇല്ല. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ മക്കളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അപ്പോഴുള്ള ഓട്ടപ്പാച്ചിലാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ടോട്ടോൻ്റെ വികൃതികളും ഉണ്ട് കേട്ടോ. യൂണിഫോം ഇട്ട് കൊടുക്കുമ്പോൾ എത്ര ഇഞ്ച് ചെയ്തും ഒക്കെ ശരിയാക്കി കൊടുത്താലും ഇറങ്ങാൻ നേരത്ത് അവൻ ഇഞ്ച് ചെയ്തതും എല്ലാം ആരിൻ്റെത് കേട്ടോ ഒക്കെ പുറത്തായിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്ന് അവർ വീണ്ടും ചെയ്തു കൊടുക്കാനുണ്ടാവും കേട്ടോ. ഇറങ്ങാൻ നേരത്തെ എല്ലാം വീണ്ടും റിപ്പീറ്റ് അടിക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ ഇറങ്ങാൻ നേരത്ത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരൊച്ച ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കുകളിലാണ്. അങ്ങനെ അവരൊക്കെ പോയ സമാധാനത്തിൽ ഞാൻ നേരെ വന്നത് അടുക്കളയിലേക്കാണ്. ഞാൻ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്നും അത്തിപ്പഴം കഴിക്കാറുണ്ടല്ലോ, തലേന്ന് കുതിർത്തിട്ടത്, അതാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ അവർ ഫുഡ് കഴിക്കുന്ന ആ ടൈമിലൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഇന്നൊരു ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഞാൻ വീഡിയോൻ്റെത് ബട്ടൺ അമർത്താൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കുന്നത് മാത്രമേ ക്ലിക്കായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഞാൻ 2 ബുൾസയും പിന്നെ ഒരു ആപ്പിളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിലെല്ലാവർക്കും ഇന്ന് പൂരിയും ബാജിയൊക്കെ ആയിരുന്നു കേട്ടോ. അതെനിക്ക് അങ്ങനെ അത്രമാത്രം ഇഷ്ടമുള്ള ഒരു സംഭവമല്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇരുന്നിട്ട് പൂരിയും ബാജിയൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഒരു മൂവിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ഹസ്ബൻഡ് ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ടോട്ടോ ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അവനിഷ്ടമുള്ള ആര് പോവുകയാണെങ്കിലും അവനിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം അവനെയും കൊണ്ടുപോകണം. അപ്പോൾ അവരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റൊക്കെ ഒന്ന് വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവനെയും കൊണ്ട് പോകാറൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ സ്റ്റേ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകാൻ കഴിയാറില്ല. പിന്നെ ഞാൻ എന്താ ഉച്ചക്കായപ്പോൾ ആണ് ഇത് കഴിച്ചത് കേട്ടോ. കുറച്ച് പപ്പായ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്തത് ഉച്ചക്ക്. പിന്നെ എനിക്ക് മുട്ടനോടൊക്കെ ഒരു ചെറുതായിട്ടൊരു വെറുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഗ്ഗ് എടുത്തില്ല. പക്ഷേ എഗ്ഗ് എടുക്കണം കേട്ടോ, എഗ് ഡയറ്റ് അല്ലേ, അപ്പോൾ എഗ്ഗ് എടുക്കണം. പക്ഷെ എനിക്ക് എടുക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അലമാരിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ റൂമിലത്തെ. അപ്പോൾ
അപ്പോൾ പഴയ അലമാരത്തെ അതൊക്കെ ഈ പുതിയ അലമാരയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന പണിയായിരുന്നു കേട്ടോ. നല്ല മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഇതാ ആദ്യം സുജീൻ്റെ അലമാരത്തതൊക്കെ എടുത്തിട്ട് ഇതാണ് സുജീൻ്റെ പുതിയ അലമാര. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വലിയൊരു പണിയാണ്. അപ്പോൾ വെക്കുമ്പോൾ തന്നെ നീറ്റായിട്ട് അങ്ങോട്ട് ഓർഗനൈസാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് അതൊക്കെ ഏകദേശം വെച്ച് പണി കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ കൂട്ടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ മക്കളെ പിക്ക് ചെയ്ത് ഞാൻ വീട്ടിലെത്തി. മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയപ്പം എനിക്ക് പിന്നെ ഇങ്ങനെ വിശക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നിയപ്പോൾ ഓരോ വിശപ്പില്ല, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കഴിച്ചു. ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നുണ്ടോ. വെള്ളമാണ് കേട്ടോ മെയിനായിട്ട്. ഞാൻ അത്യാവശ്യം നല്ല വെള്ളം കുടിക്കും. ഞാൻ തീരെ വെള്ളം കുടിക്കാത്ത ആളാണ്. അത്യാവശ്യം നല്ല വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോണത്. പിന്നെ ഞാനൊരു രാത്രി വീണ്ടും എൻ്റെ അലമാരയാണ് കേട്ടോ ഇത്. അപ്പോൾ സുജീൻ്റെത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അലമാരത്തേക്ക് വെക്കുകയാണ്. പഴയ അലമാരയിൽ നിന്ന് പുതിയ അലമാരയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഫുള്ള് ഇന്ന് തന്നെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പിന്നെ അങ്ങോട്ട് നടന്ന് എനിക്ക് കാലുവേദനയായപ്പോൾ ഞാൻ അങ്ങോട്ട് നിർത്തി കേട്ടോ. നിർത്തിയപ്പോൾ തന്നെ ഒരു 9 മണി 9:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് പൊറാട്ടയും മക്കൾക്കും മമ്മിക്കൊക്കെ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം പെട്ടെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തതാണ്. സ്വിഗ്ഗി അല്ല കേട്ടോ, പൊട്ടാഫോ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് നല്ല നൂൽ പൊറാട്ടയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇങ്ങനെ നൂലായിട്ട് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാസറോളിലേക്ക് ആക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതും നല്ല ചിക്കൻ മുളകിട്ടതാണ്. പാരഗൺ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കട്ടെ. എന്നാൽ പിന്നെ മക്കളും ഒക്കെ എടുത്ത് കഴിച്ചോളുമല്ലോ. ഞാൻ പിന്നെ എൻ്റെ വർക്കുകളിലേക്ക് നീങ്ങുകയും ചെയ്യാം. കുറച്ചും കൂടെ പണിയുണ്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അലമാരേൻ്റെ എന്നെ അങ്ങോട്ട് കുറച്ച് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാം കിടക്കാനാകുമ്പോഴത്തേന്. അങ്ങനെ കിടക്കാമല്ലോ എന്നും വിചാരിച്ച്. അപ്പോൾ എനിക്ക് നല്ല കൊതിയാണ് കേട്ടോ. പിന്നെ ഞാൻ അധികം അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്തില്ല. പിന്നെ സുജിയൊക്കെ വന്ന് അങ്ങനെ പിന്നെ സുജി വന്നാൽ പിന്നെ ഞാൻ വേഗം കിടക്കാനുള്ളൊരു പണികളിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്ന് നല്ലൊരു ടയേർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കിടന്നപ്പോഴും എൻ്റെ കാല് നല്ല വേദനയാണ് കേട്ടോ. കുറേ ഞങ്ങൾ ഒരു അലമാര ഞങ്ങൾ ഡൈനിങ് ഹാളിലാണ്. അപ്പോൾ അവിടുന്ന് സാധനം എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് വന്ന് അങ്ങനെയുള്ള പണികളില്ലേ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ.